ഇന്നത്തെ ഫദ്ല് നയന മനോഹരാണ്. കാരണം ഒരു മകന് എന്തായിട്ട് അബൂദാബിയിൽ പോലീസ് പിടിച്ചു. എന്തോ ഒരു തെറ്റിന്റെ പേരിൽ ആ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ 5 കൊല്ലം ശിക്ഷ വിധി വന്നു. അങ്ങനെ കുറെ ജയിലിൽ ജയിൽ തന്നെ ഉള്ളത്. പക്ഷേ ആ ഉമ്മ ചാവക്കാട് വന്നു. കുണ്ടോട്ട് ഗ്രൂപ്പിലെ ഒരു സഹോദരന്റെ ഭർത്താവിന്റെ 3ാമത്തെ ആണ്ടാണ്. അല്ലാഹു ഖബർ വിശാലാക്കട്ടെ. അങ്ങനെ ശിക്ഷ വന്നു. ആ ഉമ്മ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി എന്തായി ചാവക്കാട് വന്നു. ഞാൻ പറഞ്ഞു, ഉമ്മ വിഷമിക്കണ്ട, നിങ്ങളെ മോൻ തെറ്റ് ചെയ്തിട്ട് ഒരു 6 മാസം കൊണ്ട് അവൻ ഇറങ്ങുന്ന. അങ്ങനെ ഒരു ദിവസം ജയിലിൽ നിന്ന് മകനുമ്മാനെ വിളിച്ചു. ഉമ്മ പറഞ്ഞു, മോനെ വിഷമിക്കണ്ടോ, 7 മാസം കൊണ്ട് ഉമ്മാന്റെ കുട്ടി ഇറങ്ങും. ഇല്ലമ്മ, 5 കൊല്ലത്തെ ശിക്ഷ വിധി വന്നിട്ടുണ്ട്. അപ്പൊ തങ്ങളേത്ത് പോയത് പറഞ്ഞിട്ട് ഓൻ വിശ്വസിച്ചില്ല. ഓനക്കതൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഓൻ കുറെ ഉമ്മാനോട് കരഞ്ഞു. പട്ടോളി ഗ്രൂപ്പില് താത്താന്റെ ഭർത്താവ് ഇന്നലെ മരിച്ചതൊക്കെ പ്രവിശാലാക്കി. അങ്ങനെ ഓന് പറഞ്ഞു, ഉമ്മ അത്ര വലിയ സലാത്തുള്ള മജ്‌ലിസൊന്നും ഇല്ല, മങ്ങൾ എന്തായി പറയുന്നത്. ഉമ്മാന്റെ കുട്ടിക്ക് വിശ്വാസമില്ല. ഉമ്മാന്റെ കുട്ടിക്ക് വിശ്വാസമില്ല. ഉമ്മ എങ്ങനെ 5 കൊല്ലം ശിക്ഷ വിധി വന്നില്ലേ? എന്നാൽ ഉമ്മ പറഞ്ഞു, മോനെ, ഇത്ര വലിയ ഫളിലുള്ളൊരു മജ്‌ലിസില്ല. അപ്പൊ മകനെ പറയാണ്, ഞാൻ ഇറങ്ങിയാൽ എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ വിശ്വാസമില്ല. എന്നാൽ ആ തങ്ങള് നൂറെ ഹബീബ് തങ്ങള് 7 മാസം കൊണ്ട് ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ എങ്ങാനും ഞാൻ ഇറങ്ങിയാല് നാട്ടില് വന്നാ ഞാൻ ഒരു മോതിരവുമായിട്ട് ഞാൻ തങ്ങള് പാപ്പാന്റെ അടുത്ത് പോകും. പിന്നെ എനിക്ക് വിശ്വാസാവുന്നതാണ്. ഉറപ്പാണ് ഉറപ്പാണെന്ന് പറഞ്ഞു. ഉമ്മ എന്റെ അടുത്ത് വന്നിട്ട് അവൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾ സ്വലാത്ത് അങ്ങനെ ചൊല്ലിക്കോ, അല്ലാഹു റഹ്മത്തിന്റെ മലക്കിനെ ഇറക്കി തരുന്ന. അങ്ങനെ സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ ഈ ചൊവ്വാഴ്ച പോയപ്പോണ്ട് ഒരു മോതിരായിട്ട് ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. എന്നോട് പറഞ്ഞു, പൊരുത്തപ്പെടണം, ഇങ്ങനത്തെ ഒന്നിലും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ എല്ലാത്തിനും വിശ്വാസമായി എനിക്ക് ഇനി എല്ലാ ദിവസവും സ്വലാത്ത് കാണും. എന്താ സംഭവിച്ചത് ലാസ്റ്റ് പറയട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഞാൻ മനോഹരമായ ഒരു സ്വർണത്തിന്റെ മോതിര, ഇതൊരു കൂടപ്പറപ്പ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്റെ പേര് ഇസ്മായിൽ അല്ലേ? സ്ഥലം എവിടെ? എടപ്പാളിലെ. ഉമ്മയാണത് അല്ലേ? ഇമ്മ ഇവിടെ വന്നിരുന്നു 7 മാസം മുമ്പ്. ഉമ്മ എന്തിനാ വന്നത് പാപ്പാത്ത്? നിങ്ങള് ചെയ്യാത്തൊരു തെറ്റ് ചെയ്ത് കിടന്നില്ലേ? 5 വർഷം ശിക്ഷ വിധിച്ചു. അങ്ങനെ ഉമ്മ എന്തായിട്ട് പറഞ്ഞു, ഉമ്മ ഇവിടെ വന്നു അല്ലേ? ഉമ്മാക്ക് ഇതൊരു വാക്ക് കൊടുത്തിരുന്നു. എന്താ അറിയോ? എന്താ? 7 മാസം ഇറങ്ങുന്നായിരുന്നു. 7ാമത്തെ മാസം കണ്ടങ്ങനെ. ഇതാണ് സലാത്തിന്റെ പവർ. അല്ലാഹുവിന്റെ നിഅമത്ത. ഈ സഹോദരന്റെ അനുജന് കൂടപ്പറപ്പ് ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടന്നു അബൂദാബിയിൽ. 5 വർഷം ശിക്ഷ വിധിച്ചു. ഉമ്മ കൊടക്കാട് വന്നു. ഉമ്മയുടെ ഉമ്മ പേടിക്കേണ്ട 7 മാസം കൊണ്ട് ഇറങ്ങുന്നതാണ്. സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞു. 7ാമത്തെ മാസം പൊന്നുമുൻ ഇറങ്ങി. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അതിന് സമ്മാനമായി തന്നതായി മോതിരം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.